ശരത്തെ ഇസ്രായേലിന്റെ പുതിയ വാർ സ്ട്രാറ്റജി എന്ന രീതിയിൽ കേരളത്തിലെ മാധ്യമങ്ങളും അന്തർദേശീയ മാധ്യമങ്ങളും ഒക്കെ ആഘോഷിച്ച ഒന്നായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇസ്രായേൽ ഭക്ഷണം കൊടുക്കുന്നില്ല. ഇനി ഭക്ഷണം കിട്ടുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇസ്രായേൽ വെടിയുതിർത്ത് ആളുകളെ കൊന്നു തള്ളുന്നു, അതിവിടേക്ക് ട്രക്കുകൾ ഓടിച്ചു കയറ്റുന്നു തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ. ഇത് ഇസ്രായേൽ കഴിഞ്ഞ കുറേയധികം ദിവസങ്ങളായി കേൾക്കുന്നു. ഇസ്രായേലിൻ്റെ ഒരു പ്രധാന പ്രത്യേകത എല്ലായിടങ്ങളിലും ഇസ്രായേലിൻ്റെ ക്യാമറ കണ്ണുകളിലെ ഡ്രോണിൻ്റെ കണ്ണുകൾ എത്തും എന്നുള്ളതാണ്. പല ഘട്ടങ്ങളിലും ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒരു സിസ്റ്റം നമുക്കറിയാം. അവർ നടത്തുന്ന വാർ സ്ട്രാറ്റജി അവർ വ്യക്തമായി ഷൂട്ട് ചെയ്യുകയും അത് ആഗോള സമൂഹത്തിനുള്ളിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ദൃശ്യങ്ങൾ അവരെ സംബന്ധിച്ച് തെളിവുകളാണ്. ലോകം ഒന്നടങ്കം പാൻ ഇസ്ലാമിസത്തിൻ്റെ പൊളിറ്റിക്കൽ വക്താക്കൾ വന്നിരുന്നു കൊണ്ട് ഇസ്രായേലിനെതിരെ സംസാരിക്കുമ്പോൾ ഇസ്രായേലിനെ തിരിച്ചു പറയുന്നത് ഇവരുടെ കയ്യിൽ വിഷ്വൽസ് ഉള്ളതുകൊണ്ടാണ്. അതേ ടാറ്റിക്സ് തന്നെ ഈ വിഷയത്തിലും ഇസ്രായേൽ എടുത്തു. തെക്കൻ ഗസയിലെ റാഫയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ ഈ ഭക്ഷണ വിതരണം നടക്കുന്ന സമയത്ത് ഈ ആളുകൾ കൂടുകയും അവർ ഭക്ഷണപ്പൊതികൾ മേടിക്കുകയും ചെയ്യുന്ന സമയത്ത് ഹമാസിൻ്റെ തീവ്രവാദികൾ വന്ന് ഈ സാധാരണക്കാരായുള്ള ഗസൻ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുകയും പേടിപ്പിച്ച് ഈ ദുരിതാശ്വാസ ക്യാമ്പിലെ ഫുഡ് കോർണറിൽ നിന്നും ഒരു ഓടിക്കുന്ന വിഷ്വൽസ് പുറത്തു വന്നു. അത് ഹമാസാണ് ഇങ്ങനെ ആളുകളെ കൊന്നു തള്ളുന്നതെന്ന് ഇസ്രായേൽ പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ശരത്, കേരളത്തിലെ മാധ്യമമായിക്കോട്ടെ അടുപ്പുകൂട്ടി ചർച്ചക്കാരായിക്കോട്ടെ അവരൊന്നും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ചെയ്യുകയുമില്ല. അവർക്ക് വേണ്ടുന്ന ഇസ്രായേലിനെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിക്കുകയാണ്. പക്ഷേ സത്യം പറയുന്ന പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ ഇസ്രായേലിന് അനുകൂലമല്ല, മനുഷ്യന് അനുകൂലമായി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയം സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. അതെ, ഇതിനകത്ത് മറ്റൊരു കാര്യം കൂടെയാണ്. നമ്മൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ഭക്ഷണമടക്കം വാങ്ങിയിട്ട് അവർ അമേരിക്കയോട് നന്ദി പറയുന്നു, ഗോ ഹമാസ്, തിരിച്ച് ആ ഒരു ഭാഷയിൽ അവരുടെ ഭാഷയിൽ ഹമാസിനോട് മാറാൻ പറയുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം നടന്നാൽ തന്നെ ഹമാസിലുള്ളവർക്കറിയാം അവർക്ക് അവരുടെ ഒരു ഭീഷണിയാണ്. അത്തരത്തിലൊരു രൂപീകരണം ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നാളെ ഹമാസിനോട് നിലനിൽപ്പില്ല എന്ന് കൃത്യമായിട്ട് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്ന ആ രൂപീകരണത്തെ ആരെ കണ്ണി മുറിക്കുക, ആ കുട്ടികളെ പോലും നോക്കാതെയാണ്, കുട്ടികളെന്ന് നോക്കാതെയാണ് അവർ കൊന്നു തള്ളുന്നത്. ആ ക്രെഡിറ്റ് സ്വാഭാവികമായിട്ട് എടുത്ത് ഇസ്രായേലിന്റെ തലയ്ക്കൽ വെച്ചു കൊടുക്കുക. ഇതാണ് അവിടെ സ്വാഭാവികമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആലോചിച്ചൊക്കെ എത്രയോ പേര് മരിച്ചിട്ടുണ്ട് ഗാസയിൽ. അതിനകത്ത് വേർതിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പഠനം നടത്തുകയാണെങ്കിൽ മനസ്സിലാവും ഇസ്രായേൽ എത്ര പേരെ കൊന്നു, അതുപോലെ തന്നെ ഹമാസിന്റെ തോക്കുകൾ കൊണ്ട് എത്ര പേർ മരണപ്പെട്ടു എന്നത് ഒരു അന്വേഷണം നടത്തിയാൽ കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാവും. അവരവിടെ നോക്കുന്നത് അവരുടെ ഇപ്പം ഇതൊരു എന്താ പറയുക കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ബിസിനസ് പോലെയാണ് ഹമാസ് ഇതിനകത്ത് ഇടപെടുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ നിലനിൽപ്പ്, അവരുടെ പോരാളികൾ, അവരാൽ പറയുന്ന അവരുടെ പോരാളികൾ എന്ന് പറയുന്ന അവരെ തീറ്റിപ്പോറ്റുക, സമരസേനകൾ അവരെ തീറ്റിപ്പോറ്റുക, ഇതാണ് അവരുടെ മുന്നിലെ ലക്ഷ്യം. ഇപ്പോൾ അവർക്ക് അടിസ്ഥാനപരമായിട്ട് അവരുടെ ഭക്ഷണം അവരുടെ വയറ് നിറങ്ങി കഴിഞ്ഞാൽ അധികം വരുന്ന ഭക്ഷണം അവർ അത് വിൽക്കും. അതുവഴി അതും കരിഞ്ഞ 200-300 ഇരട്ടി പൈസയിൽ അവിടുത്തെ ആൾക്കാർക്കാണ് അത് വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് സ്വാഭാവികമായിട്ട് അവിടുത്തെ കുറച്ച് പണം കൈകൾ എത്രയോ വർഷങ്ങളുള്ളവർ അവർ പണം കൊടുത്ത് ചിലപ്പോൾ മേടിക്കും. സാധാരണക്കാർ പട്ടിണി ഇറങ്ങും. അവർ നിലനിൽപ്പിന് വേണ്ടി ട്രക്കുകൾ തോറും കയറി ഇറങ്ങും. ഒന്ന് ആലോചിച്ച് നോക്കാം, നമുക്കിവിടെ ഒരു വലിയ രീതിയിൽ പ്രളയം ഒരു ഭക്ഷണം കിട്ടാതെ ആകുന്നു. നമ്മൾ സ്വാഭാവികമായിട്ട് ഭക്ഷണ ട്രക്ക് വരുമ്പോൾ അവിടെ ചാടിക്കേറി ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങും. അപ്പോൾ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ ആളുകളെ തന്നെ പരസ്പരം കഴിക്കുന്നൊരു സാഹചര്യങ്ങൾ വരെ വരാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെയ്യുന്നത് അത്തരം കാര്യങ്ങളാണ്. ഭക്ഷണത്തിന് വേണ്ടി അവർ പോകുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ കൊന്നു തള്ളുക എന്നുള്ള രീതിയാണ്. മാത്രമല്ല ഹമാസിനെതിരെ തിരിയുന്ന ആൾക്കാരെ കൊന്നു തള്ളുക, അത് ഇസ്രായേലിന് വെച്ചു കൊടുക്കുക, അതാണ് അവിടെ യാഥാർത്ഥ്യത്തിൽ നടക്കുന്നത്. പക്ഷെ മനുജ പറഞ്ഞ പോലെ ഇവിടത്തെ ഓരോ ചർച്ചകൾ ഇപ്പോഴും നമ്മളെ പറയാ ഇരപക്ഷ കാർഡ് ഇറക്കുക, അതുമൂലം അതിന്റെ വോട്ട് കിട്ടുക എന്നുള്ള രീതി, ഇവിടുത്തെ ചാനലുകൾ പോലും ചെയ്യുന്ന ദ്രോഹം നമ്മൾ കാണാതിരിക്കാൻ പറ്റില്ല. ചാനലിന്റെ പേരുകൾ പറയുന്നില്ല, എന്നാൽ പോലും കൃത്യമായിട്ട് ആളുകൾക്ക് അറിയാം. ഇവിടെ പ്രോപ്പറായിട്ട് പറയാതെ തന്നെ ഈ ഹമാസിനെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്ന രീതി, അത് നമ്മൾ കുറച്ചുകൂടി ഒരു എത്തിക്സ് ഇവിടെയാണ് നമ്മൾ കാണിക്കേണ്ടത്. എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്, പക്ഷെ നമ്മൾ ഇരകൾക്കൊപ്പമാണെന്ന് പറയുന്നത് അല്ല. ഇവിടെ ഇരകളല്ല, നമ്മൾ ഗാസക്കാർക്ക് വേണ്ടി സംസാരിക്കാം, പലസ്തീൻകാർക്ക് വേണ്ടി സംസാരിക്കാം, ഹമാസിന് വേണ്ടി ആകരുത്. ഇവിടെ നമ്മൾ ഗാസയുടെ പേര് പറഞ്ഞ് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ കഷ്ടമാണെന്ന് തോന്നുന്നു. അതായത് ഇവരെ വെച്ചിട്ട് കളിക്കുകയാണല്ലോ ശരത്ത്. അതായത് ഇത് എവിഡന്റ് ആണല്ലോ. അതായത് എന്നാണ് ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്നത്? ഇസ്രായേൽ എന്ന രാഷ്ട്രത്തിനെതിരെയാണ് ഇവര്. അതെന്തുകൊണ്ടാണ്? ജൂതവിരുദ്ധത കൊണ്ടാണ്. ഐക്യരാഷ്ട്രസഭയിൽ 33 വോട്ടുകൾ അധികമായി ലഭിച്ചുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. ഈ രാഷ്ട്രം പാടില്ല, നിലനിൽക്കരുതെന്നുള്ള ഹമാസിയൻ പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ആ പൊളിറ്റിക്സ് വരുന്നത് ജൂതവിരുദ്ധതയിൽ നിന്നാണ്. ആ ജൂതവിരുദ്ധത ഈ പറഞ്ഞതുപോലെ ഇറാന്റെയോ അല്ലെങ്കിൽ പാൻ ഇസ്ലാമിസത്തിന്റെ ലോബിങ്ങിന്റെ ഭാഗമായി ലോകം ഒന്നടങ്കമുള്ള മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുന്നുണ്ട്. വളരെ തുലവും തുച്ഛമായ മാധ്യമങ്ങൾ മാത്രമാണ് ഇതിലെ യഥാർത്ഥത്തിലുള്ള പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വ്യക്തമാക്കി കൊടുക്കുന്നുള്ളൂ. ഇസ്രായേലിന്റെ കൈവശം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ദൃശ്യങ്ങൾ അവരെല്ലാം റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഇസ്രായേലിന് നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് നോക്കൂ, ഇതാണ് ഞങ്ങൾ ചെയ്യുന്നത്,
നമ്മൾ കഴിഞ്ഞ കുറേ അധികം നാളുകളായി കാണുന്നുണ്ട് ഗസയിൽ ഈ ഹമാസുകാർക്ക് ഇപ്പോഴും ആരാണ് ഈ ആമോസ് കൊടുക്കുന്നത്? തോക്ക് കൊടുത്ത് ഇവരെ ഇറക്കി വിടുന്നത് ആരാണ്? അതിന് പ്രോക്സി യുദ്ധങ്ങളൊക്കെ മറന്നീക്കി ഹമാസ് എന്ന് പറയുന്ന എനിക്ക് ഈ നാട്ടിലെ നിഷ്പക്ഷരായിട്ടുള്ള കുറേ ആളുകളുണ്ട്, നല്ല കുറേ പുരോഗമനവാദികളുണ്ട്, സോക്കോൾഡ് ലെഫ്റ്റ് ലിബറലുകളുണ്ട്, ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തന ലേബൽ അറിയപ്പെടുന്ന കുറേ ആൾ. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ ഹമാസിനൊപ്പമാണോ ഫലസ്തീനൊപ്പമാണോ എന്നുള്ളതാണ്. ഫലസ്തീൻകാർക്കൊപ്പമാണോ ഹമാസിനൊപ്പമാണോ? നിങ്ങൾ ഫലസ്തീൻകാർക്കൊപ്പമാണ്, ഗസക്കാർക്കൊപ്പമാണ്, നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ ആദ്യം പറഞ്ഞ ഹമാസിനോട് പുറത്തിറങ്ങി പോകാനാണ്. എന്തുകൊണ്ട് ഇവർക്കത് പറയാൻ സാധിക്കുന്നില്ല? അവർക്കത് പറയാൻ സാധിക്കാത്തത് ഞാൻ പറഞ്ഞതുപോലെ പാൻ ഇസ്ലാമിസത്തിന്റെ ലോബിങ്ങിന്റെ ഭാഗമാണ് ഇവരെന്നുള്ളത് കൊണ്ടാണ്. ഇവരെന്തുകൊണ്ടാണ് ജൂതവിരുദ്ധതയാണ് ഇതിന് അടിസ്ഥാന പ്രശ്നം എന്ന് പറയാത്തത്? ഇവർക്കത് പറയാൻ പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പുറത്തു വരുന്നത് ആരുടെ തനിമുഖമാണ്? അത് ഹമാസിന്റെ തനിമുഖവും പാൻ ഇസ്ലാമിസത്തിന്റെ പൊളിറ്റിക്കൽ ഹിഡൻ അജണ്ടകളും പുറത്തു വരും. അപ്പൊ അതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇവർക്ക് സംസാരിക്കേണ്ടതുണ്ട്. ഇനി മറ്റൊരു വശത്ത് നമുക്കറിയാം, നമ്മളെ ഏജൻസികളെ കുറിച്ച്, ഇന്റർനാഷണൽ ഏജൻസികളുടെ തനി സ്വരൂപങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. IMF ആയിക്കോട്ടെ, വേൾഡ് ബാങ്ക് ആയിക്കൊള്ളട്ടെ, ഇപ്പോഴും പാകിസ്ഥാന് ഫണ്ട് കൊടുത്തുകൊണ്ട് അവിടുത്തെ പാകിസ്ഥാൻ ടെററിസത്തിനെ പരോക്ഷമായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് യുണൈറ്റഡ് നേഷൻസ് ഇപ്പോഴും ഇസ്രായേലിനെതിരെ മാത്രം സംസാരിക്കുക, ഹമാസിനെതിരെ സംസാരിക്കുകയും ചെയ്യാത്തത്? അപ്പോൾ ഉൻച പോലെയുള്ള ഏജൻസികളാണ്, അത് ഈ ഐക്യരാഷ്ട്രസഭയുടെ ഏജൻസികളാണ് അവിടെ ഭക്ഷണം കൊടുക്കുന്നത്. ഉൻച പുറത്തു വിടുന്ന കണക്കുകളെല്ലാം കള്ളക്കണക്കുകളാണെന്നുള്ളത് ഇസ്രായേൽ ബോധിപ്പിച്ചാലും അതെന്ത് നമ്മൾ പറയുന്നത് മാത്രമല്ല, നമ്മൾ പറയാതിരിക്കുന്നതോട് കള്ളമാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പൊ എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നതാണ് മാധ്യമ പ്രവർത്തനമെങ്കിൽ, നിഷ്പക്ഷതയാണ് നിങ്ങളുടെ മൊറാലിറ്റി മോഡസ് ഓപ്പറാണ്ടിയും എങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കേണ്ടത് ഈ വാർത്തയോട് റിപ്പോർട്ട് ചെയ്യാത്തത് എന്താണ്? നിങ്ങൾ ചെയ്യില്ല ശരത്. അത് ചെയ്തു കഴിഞ്ഞാൽ അത് ഇസ്രായേലിന് വോട്ടിലേക്ക് ഒരു പോയിന്റ് വരും. ഗോളടിക്കുന്ന ഇസ്രായേലിന് ഒരു ഗോൾ അടിക്കാനൊരു സിറ്റുവേഷൻ കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ ഹമാസ് ഫാൻസ് അസോസിയേഷൻകാരൊക്കെ ഇങ്ങനെ ഗസയിലെ ജനങ്ങൾ കരയുന്നത് കണ്ടും പട്ടിണി കിടക്കുന്നതിന് അക്ഷരാർത്ഥത്തിൽ അവർ സന്തോഷിക്കുകയാണ്. അങ്ങനെ വെച്ചിട്ട് അവരുടെ മുഖങ്ങൾ കാണിച്ചുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഇസ്രായേലിനെതിരെ 2 പോസ്റ്റ് ഇടാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ളതായിരുന്നു സമാധാനം. ഇവിടെ നമ്മൾ നിലമ്പൂരിൽ വരെ നമുക്ക് തോന്നുന്നു ഹമാസ് വിഷയമായിരുന്നു സ്വരാജിലൂടെ പറയാതെ വന്നത്. നേരത്തെ പറഞ്ഞത് മനുഷ്യ പറഞ്ഞ മറ്റൊരു കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നിലമ്പൂരിൽ ഒരു പ്രധാന പ്രശ്നം നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സംസാരത്തിൽ ഉൾപ്പെടെ അവര് വാര്യംകുന്നനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വർഗീയത പറയുക മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഈ കാണുന്ന കമന്റുകൾ അടക്കം നമ്മൾ പരിശോധിക്കുക, മനസ്സിലാവും അതിനകത്ത് ആളുകൾ എത്രത്തോളമാണ് കേരളത്തിൽ 2 തട്ടിൽ തിരിക്കുന്ന രീതിയിലാണ്. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഞാൻ പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ചില ചാനലുകളുടെ അവരുടെ ഒരു എഡിറ്റോറിയൽ പോളിസി അതിനെ അംഗീകരിക്കുന്നത്, അതുപോലെ തന്നെ ഇപ്പോൾ നടത്തുന്ന അവർ പച്ചയ്ക്ക് ഹമാസിനെ അവിടെ സപ്പോർട്ട് ചെയ്തത് പച്ചയ്ക്ക് എഴുതുകയാണ്. ഇവിടെ നിന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഇങ്ങനെയൊക്കെ മതി എന്നുള്ളത് എനിക്ക് അത്ഭുതം തോന്നിയൊരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും മതം കൊണ്ടല്ല, നമ്മളിവിടെ മതമല്ല സംസാരിക്കുന്നത്. അവിടെ ജനതയെ നേരത്തെ പറയുന്ന പോലെ ആണെങ്കിൽ മനുഷ്യ പറയുന്ന പോലെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുക. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നം വിശപ്പാണ്. അത് കൃത്യമായിട്ട് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഇവിടുത്തെ മീഡിയ അതനുസരിച്ച് പോകുന്നു, ആളുകൾ അതനുസരിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് നമ്മൾ ഇലക്ഷനിൽ നടക്കുന്ന നമ്മളിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഈ ഒരു വിഷയത്തിൽ കേരള മതത്തോട് മാത്രമല്ല, നമ്മൾ ഇതിനകത്ത് അഫ്രീഡി അടക്കം വിഷയം ഈ വേരുകൾ പോകുന്നുണ്ട്. ഈ ഒരു വിഷയം അഫ്രീഡിയെ മലയാളി അസോസിയേഷൻ സ്വീകരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ആ രീതിയിലേക്ക് അങ്ങനെ അന്വേഷണം പോകുന്നുണ്ട്. മാത്രമല്ല ഈ ഫണ്ടിങ് കൃത്യമായിട്ട് വിശപ്പ് മാറ്റാനാണെങ്കിൽ ഇവർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഹമാസിന്റെ തുരങ്കങ്ങൾ പരിശോധിച്ചപ്പോൾ ലക്ഷക്കണക്കിന് രൂപകൾ, കോടിക്കണക്കിന് രൂപകളാണ് അതിനകത്ത് നോട്ടുകെട്ടുകളായിട്ടുള്ളത്. ഈ ഫണ്ടൊക്കെ എവിടെ നിന്നാണ് ഇവർക്ക് കിട്ടുന്നത്? ഇതെന്തുകൊണ്ട് സാധാരണ ജനങ്ങളിലേക്ക് എത്തുന്നില്ല? ഒരു ജോലിയും ചെയ്യാതെ തുരങ്കത്തിനകത്ത് നിൽക്കുന്നത്, അതായത് ഇപ്പം വയർലെസ് ഫോണുകളുമായിട്ട് നിൽക്കുന്നത്, ഇവർക്ക് എന്താണ് ഇവരുടെ വരുമാന മാർഗം എന്താണ്? എവിടെ നിന്നാണ് ഈ പണം കിട്ടുന്നത്? ഇതെല്ലാം തന്നെ ഈ കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യം. ഇത് ഹമാസിൽ ഈ ഒരു പലസ്തീനിൽ ഈ ഒരു വിഷയം കൃത്യമായിട്ട് അവർക്ക് ചർച്ചയിലുണ്ട്. അവിടുത്തെ ജനങ്ങളുടെ അടുത്ത് ചോദിച്ചാൽ, അല്ലെങ്കിൽ ജനങ്ങളുടെ ഓരോ ഫുട്ടേജുകൾ നോക്കിയാലും നമുക്കത് മനസ്സിലാകും. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തുകൊണ്ട് അവിടെ ഫിൽട്ടർ ചെയ്ത് ഇവിടെ വരുമ്പോഴത്തേക്കും ഇസ്രായേലിന് മാത്രം വിരുദ്ധത, ഇസ്രായേൽ വിരുദ്ധത കൃത്യമായി കൊണ്ടുവന്നാൽ ഇവിടെ കാര്യം നടക്കുമെന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന് ചർച്ച ചെയ്യുന്നത്. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. വാർത്ത എന്നാൽ 2 രീതിയിൽ നമ്മൾ സംസാരിക്കും. നേരത്തെ മനുഷ്യ പറഞ്ഞ വ്യക്തമായിട്ടൊരു കാര്യമായിരുന്നു. ഇസ്രായേൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്രായേലിന്റെ കൊലപാതകങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്തുകൊണ്ട് അവിടെ ഭക്ഷണം എത്തിക്കുന്ന കാര്യം ഇസ്രായേൽ വിചാരിച്ചാൽ വേണമെങ്കിൽ അവിടെ ഭക്ഷണം എത്തിക്കാതിരിക്കാൻ പറ്റും. ഇസ്രായേലിന്റെ രീതിയിലേക്ക് കൊണ്ടുവന്നാൽ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ മാനുഷിക പരിഗണന ഒന്നും എത്തില്ല. 12,000 കുഞ്ഞുങ്ങൾ ഉടനെ മരിക്കുന്നതാണ്. ഇതുവരെ കുഞ്ഞുങ്ങൾ മരിച്ച റിപ്പോർട്ട്. അത് ഞാൻ പറഞ്ഞത് എങ്ങനെയാണ് ഈ ഏജൻസികൾ വർക്ക് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമല്ലേ? അതെ, ഇവിടെ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം അത് ചർച്ച ചെയ്തു. എന്തുകൊണ്ട് ഇവിടെ എന്നിട്ട് ഒരു ഹമാസിനെതിരെ ഒരു വാക്ക് എന്തുകൊണ്ട് അത് പറഞ്ഞില്ല? അവിടുത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു കാര്യമാണ്. അത്
നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇന്റർനാഷണൽ വാർത്തകളെല്ലാം കണ്ടിട്ടാണ് നമ്മൾ അത് വ്യക്തമായിട്ടാണ് നമ്മൾ പറയുന്നത്. ഓരോ വീഡിയോ ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ട് മനസ്സിലാക്കിയാണ് അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത്. എന്തുകൊണ്ട് ആഴത്തിലൊരു അന്വേഷണം, അതായത് ഇപ്പം നമ്മൾ ഈ പിൻ പോയിന്റ് ചെയ്യുന്ന സ്ഥലത്തിനെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം വന്നിട്ട് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാർത്തകൾ മനസ്സിലാക്കി എന്തുകൊണ്ട് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ മാധ്യമങ്ങളോ പ്രതികരിക്കുന്നില്ല? ഇവിടെ നമ്മൾ നടന്ന പൊള്ളയായ ഒരു വാർത്താ ലോകം ക്രിയേറ്റ് ചെയ്ത് അവിടെ അവർക്ക് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്കായുള്ള ഒരു വാർത്തകൾ ക്രിയേറ്റ് ചെയ്ത് അവിടുത്തെ ആളുകളെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മീഡിയകളടക്കം. അതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അതാണ് നമ്മൾ കാണുന്നതൊന്നുമല്ല സത്യമൊന്നും മനസ്സിലാക്കുന്നതും ഈ രീതികളിലൂടെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പം നമ്മൾ നേരത്തെ പറയുന്നത് ഇതിനെക്കുറിച്ച് ആഴത്തിൽ അന്വേഷിക്കുന്നവർക്ക്, ജിയോ പൊളിറ്റിക്സിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്നവർക്ക് അറിയാം ഇതൊന്നുമല്ല സത്യമൊന്നും. ഇസ്രായേൽ എന്താണ്, ഹമാസ് എന്താണ്, പലസ്തീനിലെ അവസ്ഥ എന്താണെന്നും കൃത്യമായിട്ട് അവർക്ക് അതിനകത്ത് അറിയാൻ പറ്റും. ഇതിനകത്ത് ഇനിയും നമ്മൾ വെള്ളം ചേർത്തുകൊണ്ടിരുന്നാൽ നമ്മൾ ഈ ഉണ്ടാക്കുന്ന നമുക്ക് എപ്പോഴും ന്യൂട്രൽ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ഇസ്രായേൽ നിങ്ങൾ വിമർശിച്ചോളൂ, നിങ്ങൾ ഫലസ്തീൻ വിഷയത്തിലൊക്കെ ഇസ്രായേലിനെ വിമർശിച്ചോളൂ, ഒക്കെ ചെയ്തോളൂ. പക്ഷേ ഹമാസിനെ നിങ്ങൾ എതിർക്കുന്നില്ലെങ്കിൽ അതിനുള്ളൊരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചേ പറ്റുകയുള്ളൂ. അല്ലാത്തവർ എങ്ങനെയാണ് മാനവികവാദികളാവുന്നത്? തോക്ക് ചൂണ്ടി ഭക്ഷണം കഴിക്കാൻ വന്ന ഒരാളെ കൊന്നു തള്ളുന്ന ഹമാസ് ഭീകരനെ കാണിച്ചിട്ട് അവനാണ് സ്വാതന്ത്ര്യ സമര പോരാളി എന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറയുന്ന ഈ നാട്ടിലെ മാധ്യമങ്ങൾ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കുറേ അധികം അടുപ്പൂട്ടി ചർച്ചക്കാർ അവർ ഓൾറെഡി എക്സ്പോസ്ഡ് ആണ്. പക്ഷെ ഇത്തരം വിഷയങ്ങൾ കൂടി വരുന്ന സമയത്ത് അവരെ തുറന്നു കാണിക്കേണ്ടത് ആവശ്യമാണ്.